ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും റായത്തന്നല്ലേ? അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. പുതിയതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആദ്യത്തെ റെസിപ്പി. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഫലൂദ നമ്മളെ പുരൽ തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിന്. ഇനി ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് നേരിയ സേമിയ ഇട്ടിട്ട് നല്ല ഗോൾഡ് കളർ ആവുന്നത് പോലെ വറുത്തിട്ട് എടുക്കണം. ഈ സമയം തന്നെ ഞാൻ മറ്റേ അടുപ്പിൽ പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതേ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 4 കപ്പ് പാലാണ് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പാലിപ്പോൾ നല്ല പോലെ ചൂടായിട്ട് വരുന്നുണ്ട്. പാൽ നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം പാൽ നല്ല പാങ്ങനെ തളിച്ചിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഇനി നമുക്ക് എന്താക്കാം, ഈ പാലിന് നല്ല വറുത്ത സേമിയ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാങ്ങിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് തിളച്ച് പൊന്തി. കാരണം ഇത് തിളച്ച പാലാണ്, സേമിയ നല്ല ചൂടുണ്ട്, പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് പൊന്തു. ഇനി നമ്മൾ എന്താക്കണം, നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ കൂടുതൽ വെന്തിട്ട് കൊഴിയാനും പാടില്ല. ഞാനിപ്പോൾ മൂടിയിട്ട് വെച്ച് ഇനി കണക്ക് സമയം നോക്കണം. മീഡിയം തീയിൽ 7 മിനിറ്റ്, കൂടുതൽ വെന്തോണ്ട 7 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ നല്ല പോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയതാണ്, നിങ്ങളെ കയ്യിൽ ഏതുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/4 കപ്പ് പാൽപ്പൊടിക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിനെ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. പിന്നെ വേണ്ടത് എന്ത് പറഞ്ഞെങ്കിൽ കസ്റ്റേർഡ് പൗഡർ, നിങ്ങളെ കയ്യിൽ ഏത് ഫ്ലേവർ ഉണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി 1/4 കപ്പ് തന്നെയാണ് കണ്ടൻസ്ഡ് മിൽക്കെങ്കും എടുക്കേണ്ടത്. പിന്നെ കസ്റ്റേർഡ് പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മാറ്റി വെച്ച പാലുണ്ടായിരുന്നു, 4 കപ്പ് ഞാൻ സേമിയ വേവിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തിന്. പിന്നെ ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിന്, അത് ഇപ്പോൾ കസ്റ്റേർഡ് കലക്കി കുറച്ചത്തിൽ പാൽപ്പൊടിയും കലക്കി. അങ്ങനെ 4.5 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താക്കാം, ഈ കലക്കി വെച്ച കസ്റ്റേർഡ് പൗഡർ ഈ സേമിയ മിക്സ് ഉണ്ടല്ലോ, ബന്ധ സേമിയ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുത്ത്, സേമിയ എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ കലക്കി വെച്ച കസ്റ്റേർഡ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കട്ടാതെ പോലെ നമ്മൾ മീഡിയം തീയിലിട്ടിട്ട് ഇളക്കിയിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ അത് വേണം. അങ്ങനെ ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുത്ത്, അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കണം. ഇപ്പോൾ നല്ല പോലെ പാകമായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് എന്താക്കണോ, ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം തണിയാൻ വേണ്ടിയിട്ട്. റൂം ടെമ്പറേച്ചറിൽ ആയെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പാങ്ങിൽ തണുപ്പിക്കണം. ഇനി സമയമില്ലെങ്കിൽ ഫ്രീസറിൽ 2 മണിക്കൂർ വെച്ചെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇപ്പോൾ തണുപ്പിച്ചിട്ട് എടുത്തിന് നല്ല പോലെ കട്ടിയായിട്ട് വന്നിന്, കുറച്ച് തിക്ക് കൂടീന്, കട്ടി കൂടീന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സെർവ് ആക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിന്, ഒരു 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ്, അതായത് കറുത്ത കസേസ്, കുറച്ച് വെള്ളത്തിൽ കൈയിട്ട് പോത്തി വെച്ചിട്ടുണ്ടായിന്. അതിന് ആദ്യം ഗ്ലാസ്സിലേക്ക് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്ത്, അതിൻ്റെ മീത്തേക്ക് സേമിയൻ്റെ കസ്റ്റേർഡ് ഇട്ട് കൊടുത്തിന്. പിന്നെ ഇട്ട് കൊടുത്തത് ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ട്. അപ്പം നിങ്ങളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ട് അതെല്ലാം ഇട്ട് കൊടുക്കുക. ആപ്പിള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ചെറിയ പഴം ഇട്ട് കൊടുക്കുക, അതേപോലെ മാങ്ങ, നിങ്ങളെ കയ്യിൽ എന്തുണ്ട്. പിന്നെ നട്സ് ഏതെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ, ബദാമ, പിസ്ത എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ടത്ര ടേസ്റ്റ് കൂടുതൽ. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിന്. അതിൻ്റെ മുകളിലേക്ക് ആദ്യമേ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്ത്. കാണുമ്പോൾ തന്നെ നോക്കി എന്തോ ഒരു പാങ്ങെന്ന്, ഭയങ്കര ടേസ്റ്റാവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വനിലാൻ്റെ ഫ്ലേവർ ഐസ്ക്രീമാണ് ഉണ്ടായത്, അതൊരു സ്കൂപ്പ് ഇട്ട് കൊടുത്ത്. മീത്തേക്ക് ഞാനൊരു സ്ട്രോബെറി വെച്ച് കൊടുത്ത്, സ്ട്രോബെറിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് സ്ട്രോബെറി വെച്ച് കൊടുത്ത്. ഇനി വേണമെങ്കിൽ ചെറി വെച്ച് കൊടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ ചെറി ഇല്ലെങ്കിൽ അത് വെച്ച് കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മീത്തേക്ക് എന്താക്കി, കുറച്ച് ഫ്രൂട്ട്സ് കട്ടാക്കിയതും കുറച്ച് നട്സും, അങ്ങനെ എൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് കസ് എല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കുടിച്ചിറാന്ന് തോന്നും മക്കളെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാണ്ട് നിൽക്കാൻ ഒരു ചാൻസും ഇല്ല. നോമ്പ് നോക്കിയ മക്കൾക്ക് ഇതൊരു ഗ്ലാസ് കിട്ടിയെങ്കിൽ വേറെ എന്ത് വേണ്ട. നോമ്പ് നോക്കിയ മക്കൾക്ക് തിന്നാനെല്ലാം ഭയങ്കര ബേനയുണ്ടാവും. അപ്പോൾ ഇതൊരു ഗ്ലാസ് കൊടുത്തെങ്കിൽ പിന്നെ ഉമ്മാർക്ക് ബേജാറാക്കേണ്ട ഒരു കാര്യമില്ല.
സാധാരണ നമ്മൾ എല്ലാവരും കാസർഗോട്ടാറ് മെയിൻ എന്തെല്ലാം പരീക്ഷിച്ച് നോക്കാൻ പറ്റി നോമ്പിന് പരീക്ഷിച്ചിട്ട് നോക്കും. അപ്പോൾ ഈ കുറേ അപ്പം കറിനാട്ടി നല്ലത് ഇങ്ങനത്തെ അല്ല. കുഞ്ഞോളെ ബാറ്റേക്കും വലിയാളെ ബാറ്റേക്കും എല്ലാവർക്കും നല്ലത് തന്നെ. ഇപ്പോൾ അതെങ്ങനെയാണ് കുടിക്കൽ കണ്ട, ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് മിക്സാക്കുന്ന കാണുമ്പോൾ വായിൽ വെള്ളം വരും, അത്ര ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയത്. പിന്നെ ആരെങ്കിലും നോക്കുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെ നിങ്ങളെ ചങ്ങായിമാർക്കും ഫ്രണ്ട്സിനും പറ്റി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ടും കൂടി എന്നെ സപ്പോർട്ടാക്കിയത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദീദിക്കൊന്ന് കമൻ്റ് ആക്കി, ഞാൻ അപ്പം റിപ്ലൈ തരുന്നതാണ്.